9 പ്രോയും Gcam 7.4 അതായത് ഗൂഗിൾ പിക്സലിൻ്റെ 7.4 എന്ന വേർഷനുള്ള ക്യാമറ തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോയിൽ 48 മെഗാ പിക്സലാണ് ക്യാമറയുടെ ക്വാളിറ്റി. 48 മെഗാ പിക്സലാണ് ക്യാമറ. അപ്പം ഇതിലിപ്പോൾ രണ്ട് ക്യാമറകളുണ്ട്. ഒന്ന് ഗൂഗിളിൻ്റെ ഒരു ക്യാമറയും പിന്നെ റെഡ്മി നോട്ട് 9 പ്രോയുടെ ഇതിൻ്റെ സ്റ്റോക്ക് ക്യാമറ. നമ്മൾ സ്റ്റോക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇങ്ങനെ വരും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഒരു പിക്ചർ എടുത്തു. ഇതിൽ പിന്നുള്ളത് വീഡിയോ ഒരു ഓപ്ഷനാണ്. വീഡിയോ ഓപ്ഷനിലും 1x, ഇവിടെ നമ്മൾ പിന്നുള്ള 0.6x, ഇതിപ്പോൾ കുറച്ചുകൂടെ ആംഗിൾ, വൈഡ് ആംഗിൾ രീതിയിലുള്ള ലെൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷോർട്ട് വീഡിയോ ഉണ്ട്, അതേപോലെ സ്ലോ മോഷൻ ഉണ്ട്. ഫോട്ടോയിലാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ തന്നെ അൾട്രാ HD സോൺ എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ 48 മെഗാ പിക്സലിൻ്റെ ഇതെടുക്കാം. അതുപോലെ പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ ഡെപ്ത് എഫക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് എഫക്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. തന്നെ ഒരു ഡെപ്ത് എഫക്റ്റ് ഒരു ഫോട്ടോ. പിന്നെ ഉള്ളത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡ് ഓപ്ഷനുണ്ട്. അതേപോലെ പനോരമ ഓപ്ഷനുണ്ട്. നമുക്ക് പനോരമയ്ക്കായിട്ട് ഇവിടെ മുതൽ ഫോട്ടോ എടുത്തു പോകാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് പ്രോ. ഈ പ്രോയിൽ നമുക്കൊരു DSLRൽ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ ഈ പ്രോ മോഡ് ഉപയോഗിച്ചെടുക്കാം. ഇതിൽ പിന്നെ ഉള്ളത് ലെൻസ് നമുക്കിവിടെ വൈഡ് ഉണ്ട്, അൾട്രാ വൈഡ് ഉണ്ട്, ഇവിടെ വൈഡ് ഉണ്ട്, അൾട്രാ വൈഡ് ഉണ്ട്, ഇവിടെ മാക്രോ ഉണ്ട്. അപ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ച് ഇതിൻ്റെ ISO, ഷട്ടർ സ്പീഡ് എല്ലാം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഷട്ടർ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം വരും. ISO നമുക്ക് കൂട്ടാം, കുറയ്ക്കാം ഒക്കെ സാധിക്കും. നമുക്ക് ഓട്ടോയിലിട്ടാൽ മതി. അതുപോലെ ലെൻസ് നമുക്ക് വീണ്ടും വൈഡ് ആംഗിൾ ലെൻസിലേക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകളാണ് ഈ സ്റ്റോക്ക് ക്യാമറയിലുള്ളത്. ഇത് കൂടാതെ ഇനി ഞാൻ ഈ ഓപ്പൺ ചെയ്യുന്നതാണ് ഗൂഗിളിൻ്റെ ക്യാമറയാണ്, ഗൂഗിൾ പിക്സൽ ക്യാമറയാണ്. ഓപ്പൺ ആക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ ഒരു ഫോട്ടോയും ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ടാപ്പ് പ്ലസ് ആഡ് ആപ്സ് ടു ക്വിക്ക് ഷെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ, സോഷ്യൽ ഷെയർ ഓൺ ആക്കി കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസാണ്, ഫേസ്ബുക്കിൽ സ്റ്റോറി ഒക്കെ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഉള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത്, ഗൂഗിൾ ക്യാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിവിടെ നൈറ്റ് സൈറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. നമുക്ക് നൈറ്റിൽ ഫോട്ടോ എടുക്കാം. അതേപോലെ ഈ സെറ്റിംഗ് ബട്ടൺ ഇവിടെ നമുക്കിത് മൂവ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ വൈറ്റ് ബാലൻസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ വൈറ്റ് ബാലൻസിങ് ഈ ലോക്ക് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് ലോക്ക് ഓപ്ഷനുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സൂമിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടം വരെ അതിൻ്റെ 10x ആണ് സൂമിങ്. നമുക്ക് ഇവിടെ തന്നെ ഡ്രാഗ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് നമുക്കിത് ഇതിൻ്റെ സൂമിങ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ നൈറ്റ് സൈറ്റിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കാണുന്ന ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന ഒരു ഇത് കാണാം. ആസ്ട്രോ ഫോട്ടോഗ്രാഫി നമുക്ക് ഓണാക്കിയിടാം, ഓട്ടോയിലിടാം, ഓഫ് ചെയ്തിടാം. ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, ആസ്ട്രോ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ സ്കൈയുടെ ചെറിയ സ്റ്റാർസ് വരെ, നമുക്ക് കാണാവുന്ന സ്റ്റാർസിൻ്റെ വരെ ഫോട്ടോ നമുക്ക് വളരെ മനോഹരമായിട്ട് നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ഇതാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി. ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ ഇവിടെ ഓട്ടോ വൈറ്റ് ബാലൻസ് ഉണ്ട്. അതുപോലെ ടൈമർ ഉണ്ട്, 3 സെക്കൻഡ് ഉണ്ട്, 10 സെക്കൻഡ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ. അതുപോലെ എക്സ്പോഷർ ഓട്ടോ ഉണ്ട്. ഇവിടെ 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ്. അപ്പോൾ ഈ 20 സെക്കൻഡ്, 30 സെക്കൻഡ് ഒക്കെ നമുക്ക് ഇത് എടുക്കാൻ സാധിക്കും. അതേപോലെ ഫോക്കസ് ഓട്ടോ ഉണ്ട്. പിന്നെ വരുന്നത് നിയർ ആണ്. അതിനുശേഷം നമുക്ക് ഫാർ, നമുക്ക് ഒരുപാട് അകലെയുള്ള ഒരെണ്ണത്തിൻ്റെ എടുക്കാം. ഇതിൽ നമ്മൾ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഫിനിറ്റി എന്നുള്ളതിലാണ് ഈ ഫോക്കസ് നമുക്ക് സെലക്ട് ചെയ്യുക. അതേപോലെ ഫുൾ ഇമേജിൻ്റെ റേഷ്യോ കാണിക്കുന്നത് ഇപ്പോൾ 4:3 ആണ്. അത് നമുക്ക് 16:9 വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ അതിൻ്റെ ഒരു സെറ്റിംഗ് ഓപ്ഷനുണ്ട്. ഈ സെറ്റിംഗ് ഓപ്ഷനിൽ ഇവിടെ സേവ് ലൊക്കേഷൻ, ക്യാമറ സൗണ്ട്, ഗൂഗിൾ ലെൻസ് സജഷൻ, ഫാമിംഗ് ഹിൻസ്, സേവ് സെൽഫി പ്രിവ്യൂഡ്, സോഷ്യൽ ഷെയർ, ഗെസ്റ്റേഴ്സ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ അഡ്വാൻസ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഡർട്ടി ലെൻസ് വാണിങ്, HDR കൺട്രോള്. ഇപ്പോൾ നമ്മുടെ ലെൻസിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കാണിക്കും. HDR കൺട്രോൾ ചെയ്യാം. അത് നിരവധി ഓപ്ഷൻസുകൾ അതിൽ കാണാം. ബാക്ക് പോകാം.
പിന്നീട് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാനുള്ളത്. പോർട്രേറ്റ് നമ്മൾ ആദ്യം സ്റ്റോക്ക് ക്യാമറയിലെടുത്തു. ഇതിലും പോർട്രേറ്റ് ഫോട്ടോ എടുക്കാം. അതുപോലെ ക്യാമറ നമ്മുടെ നോർമൽ ഒരു ഇമേജ് എടുക്കാൻ ഉള്ളതാണ്. നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എടുക്കാം. അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ, പക്ഷേ വീഡിയോ ഈ ഗൂഗിൾ ക്യാമറ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇതിൽ വീഡിയോ കിട്ടുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ ക്യാമറയിൽ വീഡിയോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് ഈ മോർ എന്നുള്ളിടത്ത് നമുക്ക് 3-4 ഓപ്ഷനുകളുണ്ട്. ഒന്ന് ഗൂഗിൾ ലെൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ ലെൻസ് ഡിഫോൾട്ടായിട്ട് ഫോണിലുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. പിന്നീടുള്ളത് ടൈം ലാപ്സ് ആണ്. ടൈം ലാപ്സിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം 1x 5x. അതിൽ എഴുതി കാണിക്കും 1x എന്ന് പറഞ്ഞാൽ നോർമൽ സ്പീഡ്. നമ്മൾ 5xലാണ് ക്ലിക്ക് ചെയ്യുന്നതിൽ ഗുഡ് ഫോർ ലൈവ്ലി ഗ്രൂപ്പ്സ് എന്ന് കാണിക്കും. 10x ഉണ്ട് ഗുഡ് ഫോർ നടക്കുന്ന ആൾക്കാർ നടക്കുന്നതിൻ്റെയൊക്കെ ഒരു ടൈം ലാപ്സ് ഫോട്ടോ എടുക്കണമെങ്കിൽ അത് വേണം. അതേപോലെ ബിസി സ്പോർട്സിൻ്റെയാണ് 30x വരുന്നത്. അതേപോലെ 120x എന്നുള്ളത് സൺസെറ്റിൻ്റെയാണ്. സൺസെറ്റിൻ്റെ ഫോട്ടോഗ്രാഫി ടൈമിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഈ മോർ ഓപ്ഷനിൽ വേറൊരു ഓപ്ഷനാണ് പനോരമ എന്നൊരു ഓപ്ഷൻ. നമുക്ക് പനോരമിക് ഇമേജ് എടുക്കാം. അത് സ്റ്റോക്ക് ക്യാമറയിലും പനോരമ ഇമേജ് എടുക്കാം. പനോരമ ഇമേജ് സ്റ്റോക്ക് ക്യാമറയിൽ എടുക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതിൽ ഈ പനോരമ ഇമേജ് കൂടാതെ ഇവിടെ ഫോട്ടോസ്ഫിയർ എന്നൊരു ഓപ്ഷനുണ്ട്. ഫോട്ടോസ്ഫിയറിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോട്ടോസ്ഫിയർ എന്ന് കാണിക്കാം. നമ്മൾ ഈ ഗൂഗിളിൻ്റെ സ്ട്രീറ്റ് വ്യൂവിലൊക്കെ കാണുന്ന പോലെ ഒരു 360 ഡിഗ്രി ഇമേജ് കാണുന്നതിനായിട്ടാണ് ഈ ഫോട്ടോസ്ഫിയർ വരുന്നത്. നമുക്കൊരു 360 ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കൂടാതെ ഇതിലിപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്ത് അടുത്ത ഇമേജ് എടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ഇമേജായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഈ ഗൂഗിൾ ക്യാമറ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. അതേപോലെ ഇതിൻ്റെ വേറൊരു ഓപ്ഷൻ എന്ന് വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പനോരമ. അത് സാധാരണ പനോരമ തന്നെയാണ്. ഇത് ഹൊറിസോണ്ടൽ പനോരമ. പക്ഷേ ഇത് പനോരമല്ല, ഫുൾ ഇതൊരു 360 ഡിഗ്രി ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഇമേജ് എടുക്കാനായിട്ട് സാധിക്കും. ഫോട്ടോസ്ഫിയർ അല്ല, പനോരമയല്ല, 360 ഡിഗ്രി എടുക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെയുള്ള വെർട്ടിക്കലായിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്കുള്ളതിൻ്റെ ഒരു റൗണ്ടിൽ നമ്മളൊരു റിങ്ങിനകത്ത് നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ ആയിരിക്കും ഈ വെർട്ടിക്കൽ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ. നമുക്ക് വൈഡ് ആംഗിളായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈഡ് ആംഗിൾ. അത് ഡിഫറെൻറ്റ് കുറേ ഏരിയകളുടെ 4 വശവും കാണത്തക്ക രീതിയിലുള്ള എല്ലാ വശങ്ങളും ഉള്ള ഒരു ഫോട്ടോയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഈ 7.4 എന്ന ഈ വേർഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ കുറേ ഡോട്ട്സുകൾ, വൈറ്റ് ഡോട്ടുകളാണല്ലേ, ഇതാണ് ഫിഷ് ഐ ഫോട്ടോഗ്രാഫി. ഫിഷ് ഐ ലെൻസ് നമ്മൾ എക്സ്ട്രാ ലെൻസ് വെക്കാതെ തന്നെ നമുക്കൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ക്യാമറ മാത്രം മൂവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫിഷ് ഐ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു ഗൂഗിൾ ക്യാമറയുടെ പ്രത്യേകത. ഈ 7.4 എന്ന വേർഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ആസ്ട്രോഫോട്ടോഗ്രാഫിയിൽ കുറച്ചുകൂടെ നേരത്തെ ഫാർ ആയിരുന്നു, ഇത് ഇൻഫിനിറ്റി എന്നുള്ളത് വന്നു. ഇത് കൂടാതെ വരുന്നത് ഈ ഫോട്ടോസ്ഫിയർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഗൂഗിൾ ക്യാമറയുടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ക്യാമറയും ഇതും തമ്മിലുള്ള ഇമേജിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇതൊരു ഗാലറി ഓപ്പൺ ചെയ്തു. ഇതിപ്പം നമ്മൾ എടുത്തൊരു ഫോട്ടോയാണ്. ഇതുകൂടാതെ ഗാലറി എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ ഫോട്ടോയുടെ ക്വാളിറ്റി നമുക്ക് വ്യത്യാസം കാണാം. ഇതിപ്പോൾ നമ്മൾ ഓട്ടോയിൽ സെറ്റിംഗ് ഒന്നും മാറ്റായിട്ടാണ് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ കാണുന്നത്. ഇത് സ്റ്റോക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണ്. 2 ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടില്ലേ. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കളർ കൂടുതലാണ്. നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ക്യാമറയിൽ സെറ്റിങ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബാലൻസ് കൂട്ടിയിട്ടോ നമുക്ക് നല്ല ഒരു ഫോട്ടോ എടുക്കാം. പക്ഷേ ഇത് കുറച്ച് കളർ ചേഞ്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ HDR+ ആണത്. ഫ്ലാഷ് ഒക്കെ ഉണ്ട്. വൈറ്റ് ബാലൻസ് ഓട്ടോയിലിടണം. ടൈമർ നമുക്ക് വേണ്ട. വൈറ്റ് ബാലൻസ് ഓട്ടോയിലിട്ടതിന് ശേഷം HDR+ ഫോട്ടോ നമുക്കൊരെണ്ണം എടുത്ത് നോക്കാം. ഇത് വൈറ്റ് ബാലൻസ് ഓട്ടോയിലിട്ടപ്പം വന്ന ഫോട്ടോയാണ്. ഈ ഫോട്ടോ നമ്മൾ ലൈവ് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഈ ഗൂഗിളിൻ്റെ ക്യാമറയിൽ വൈറ്റ് ബാലൻസ് ഒക്കെ നമ്മൾ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുക. ഇതേ സെയിം ഇമേജ് ഇതുണ്ടല്ലേ,
ഈ ഇമേജിന് കുറച്ചുകൂടെ ക്ലാരിറ്റി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വൈറ്റ് ബാലൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഗൂഗിളിൻ്റെ ക്യാമറയിൽ നമ്മളത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, സൂം ചെയ്ത് കഴിഞ്ഞാലും അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കാരണം ആ ഇമേജ് നമ്മൾ ലൈവ് എങ്ങനെ കാണുന്നോ ആ ഒരു ഇമേജ് കിട്ടും. ഇത് നമുക്കിനി ഇതിൽ നമുക്ക് റോ ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ടൊരു ഓപ്ഷനുണ്ട് ഗൂഗിൾ ക്യാമറയിൽ. നമ്മളിവിടെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഇതിവിടെ കണ്ടില്ല, റോ JPG ഫോൾഡർ എന്ന റോ JPG കൺട്രോൾ. അപ്പോൾ നമുക്ക് റോ ഫോൾഡർ ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് റോ ഫയലും കൂടെ കിട്ടും. അപ്പോൾ കുറച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഫോട്ടോഗ്രാഫി എഡിറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇത് കിട്ടുന്നതിനായിട്ടാണ് ഈ റോ. അതുപോലെ നമുക്ക് റോ ഫയൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഗൂഗിൾ ക്യാമറയാണ് സ്റ്റോക്ക് ക്യാമറേനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഈ സ്റ്റോക്ക് ക്യാമറയ്ക്കകത്ത് ഈ 48 മെഗാ പിക്സൽ അത് അതിൻ്റെ സെൻസറുകളെല്ലാം ഉപയോഗിച്ച് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. ഗൂഗിളിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഗൂഗിൾ പിക്സൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്.